സീതി ഷാബിൽ പറയുന്നു. സുപ്രധാന വാർത്ത. കൊച്ചിയിൽ ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയെന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോറി പിടിച്ചെടുത്ത സംഭവം. അതിൽ 3 പ്രതികൾ കസ്റ്റഡിയിലായിരുന്നു. 2 പ്രതികൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒരു പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ആ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പിടിയിലായത് 3 രാജസ്ഥാൻ സ്വദേശികൾ തന്നെയായിരുന്നു. അതിനുശേഷം ഒരു പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി അടക്കം തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതായത് കുഫ് ഹൗസിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. നിലവിൽ ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. 3 പേരും രാജസ്ഥാൻ സ്വദേശികൾ എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത്. ഈ 3 പേരെയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരള പോലീസിന്റെ തമിഴ്നാട് പോലീസ് ഒരു രഹസ്യ വിവരം നൽകുന്നു. അതായത് ഒരു ഇൻഫർമേഷൻ നൽകുന്നു. രാജസ്ഥാൻ ഒരു കവർച്ചാ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള രഹസ്യ വിവരമായിരുന്നു പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് കൃഷ്ണഗിരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കാർ മോഷണം പോകുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തന്നെ പോലീസിന് ലഭിക്കുന്നു. അത് പിന്നീട് ആ കവർച്ച സംഘം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കേരള പോലീസിന് നൽകുന്നു. അതിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് പോലീസ് ഒരു അന്വേഷണം നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഒരു രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെയ്നർ അടക്കം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കണ്ടെയ്നറിൽ ഒരു കാർ എന്നായിരുന്നു ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത്. തുടർന്ന് പോലീസ് ഈ കണ്ടെയ്നർ പിടിച്ചെടുക്കുന്നു, ഒരു അന്വേഷണം നടക്കുന്നു. അതിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കാറും മറ്റും ഒന്നും തന്നെ ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഈ കണ്ടെയ്നർ പരിശോധിച്ചതിൽ AC മറ്റുമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ പ്രതികളിൽ ഒരാളാണ് പിന്നീട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ പ്രതിയാണ് ഇപ്പോൾ പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. അതായത് ഈ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ വിവരം അനുസരിച്ചാണെങ്കിൽ കാർ മോഷണം ഹരിയാനയിലെ തന്നെ ഒരു കുപ്രസിദ്ധ ഗ്യാങ് ആയിട്ടുള്ള മേവത് ഗ്യാങ്ങിന് സമാനമാണ് എന്നാണ് പോലീസിന് നൽകിയ ഒരു വിവരം എന്ന് പറയുന്നത്. വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ കഴിഞ്ഞ ദിവസം മോഷണം പോകുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തന്നെ തമിഴ്നാട് പോലീസിന് ലഭിക്കുന്നു. ാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരു ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് ATM കൊല അടക്കം തന്നെ നടത്താൻ ഉപയോഗിക്കുന്നതിനടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ 3 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. രാജസ്ഥാൻ സ്വദേശികൾ തന്നെയാണ് 3 പേരും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഇവരെന്തായാലും ഇനി ചോദ്യം ചെയ്യലും മറ്റും കടക്കേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്. 3 പ്രതികൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായി. ആ കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ട പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. 3 പ്രതികളും രാജസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ളതും കൂടിയാണ് പോലീസ് നൽകുന്ന വിവരം.